എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നല്ല ഒരു രസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി ഒരു ബൗളെടുത്ത് അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ മല്ലി, 1 വറ്റൽമുളക്, ചെറിയ തുണ്ടം ഇഞ്ചി, ഒരു 10 വെളുത്തുള്ളി അല്ലി, 1/4 ടീസ്പൂൺ ജീരകം എന്നിവ എടുത്ത് ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് വയ്ക്കുക. ഒരു പാത്രത്തിൽ ഇതിലേക്കായിട്ടുള്ള ഒരു പുളിയാണിത്. നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി, അത് വെള്ളത്തിൽ കുതിർത്തി വയ്ക്കണം. പിന്നെ ഒരു ചെറിയ തുണ്ടം കായം. പിന്നെ രസം ഉണ്ടാക്കുന്ന പാത്രത്തിൽ ഒരു 3 പഴുത്ത തക്കാളി എടുത്ത് നല്ലതുപോലെ തിരുമ്പി ചേർത്ത് വയ്ക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ കായത്തിന് പകരം 1/4 ടീസ്പൂൺ കായപ്പൊടി ഇട്ടാലും മതി. പിന്നെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ വെളുത്തുള്ളി എന്നിവയാണ് ഇതെല്ലാം. 1 ടേബിൾ സ്പൂൺ ഉപ്പുപൊടി, കുതിർത്തി വെച്ചിരിക്കുന്ന പുളി പിഴിഞ്ഞ് ആ പുളിവെള്ളം ഇതിലേക്ക് ഒഴിക്കുക. മെഷറിംഗ് കപ്പ് കൊണ്ട് 4 കപ്പ് വെള്ളം അതിലേക്ക് ഒഴിക്കുക. 2 തണ്ട് കറിവേപ്പിലയും ഇട്ട് ഒന്ന് ഇളക്കി ഉപ്പും പുളിയും പാകമാണെന്ന് നോക്കിയതിന് ശേഷം ഗ്യാസിൽ വെച്ച് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് നല്ലതുപോലെ തിള വന്നാൽ അതിന് ശേഷം 3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് തിളപ്പിക്കുക. ഈ സമയത്ത് ഉപ്പും പുളിയുമെല്ലാം കറക്റ്റാണോ എന്ന് നോക്കണം. പിന്നീട് ഒരു 4 മിനിറ്റ് കൊണ്ട് നമ്മുടെ രസം ഏതാണ്ട് റെഡിയായി. കുറച്ച് മല്ലിയില അരിഞ്ഞത് അതിൽ ഇട്ടതിന് ശേഷം അത് മൂടി വെച്ച് ഇറക്കി വയ്ക്കുക. പിന്നെ അത് വറവിടുന്നതിനായി ഒരു ഫ്രൈ പാൻ ഗ്യാസിൽ വെച്ച് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായാൽ അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക. പിന്നെ 2 വറ്റൽമുളക് നടു പൊട്ടിച്ച് ഇടുക. 1/4 ടീസ്പൂൺ ഉലുവയും ഇട്ട് പൊട്ടിയതിന് ശേഷം നമ്മൾ ഇറക്കി വെച്ചിരിക്കുന്ന രസത്തിലേക്ക് ഒഴിക്കുക. ഇനി മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് എടുക്കുക. അപ്പോൾ നല്ല സ്വാദിഷ്ടമായ രസം തയ്യാറായി.